രചന RC കുട്ടമ്പുഴ. ഈ നാടകത്തിന്റെ സംവിധാനം കുട്ടമ്പുഴ ആൻഡ് ഫാമിലി. പ്രിയമുള്ളവരെ, ഈ നാടകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ അഭിനയിക്കാം എന്ന് പറഞ്ഞ 4 ആർട്ടിസ്റ്റുകൾ വന്നിട്ടില്ല. അതിനു പകരം ഈ കാൻസർ സിറ്റിയിലെ ചുറുചുറുക്കുള്ള 4 ചെറുപ്പക്കാരാണ് അഭിനയിക്കാനായി എത്തിയിരിക്കുന്നത്. ഇതിൽ അലോഷ്യസ് മുതലാളിയായി വേഷമിടുന്നത് ഇവിടെ തൊട്ടടുത്ത് സബ്വേയിൽ ജോലി ചെയ്യുന്ന വേലായുധനാണ്. പ്രിയമുള്ളവരെ, വേറൊരു പ്രത്യേകത കൂടി ഈ നാടകത്തിനുണ്ട്. ഈ നാടകത്തിന്റെ സംവിധായകൻ, അതായത് RC കുട്ടമ്പുഴ, അത് ഞാനാണ്. എന്നെ സമ്മതിക്കണം കേട്ടാ. രംഗത്ത് മുതലാളി 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 ഇറങ്ങി വാടാ മുതലാളി. ക്രിസ്മസ് ആയിട്ട് നല്ല കച്ചവടമുള്ള ദിവസം. ആ ദിവസമാണ് ആശാന്റെ നാടകം. ചിരിക്കുന്നു. അതെങ്ങനെയാണ് മാഷ ചിരിക്കുന്നത്? അട്ടഹസിക്കുന്നു. അട്ടഹസിക്കുന്നു. അതെങ്ങനെയാണ് മാഷ? ഒന്ന് കാണിച്ചു തരൂ. എന്ത്? അതെന്താണ് മാഷ? നടക്കുന്നു പറഞ്ഞോടെ. ഉലാത്തുന്നു എനിക്കത് മനസ്സിലാവോ? മര്യാദ ഭാഷ പറയണ്ടേ? രണ്ടെണ്ണമായിക്കോട്ടെ. ഒന്നിങ്ങനെയും ആയിക്കോട്ടെ. ഇടയ്ക്ക് ഡയലോഗ് പറയേണ്ട അവിടെ സ്റ്റില്ലായിട്ട് നിന്നാ മതി. പെണ്ണ് വരട്ടെ, അടുത്ത പെണ്ണ് വരട്ടെ. ഞാനാണോ പെണ്ണ്? ഉണ്ടായില്ല. സംശയമുണ്ടോ? എന്നെ കണ്ടാ തോന്നുന്നില്ല പെണ്ണാ. നീ കുഴപ്പമില്ല. കരഞ്ഞോണ്ട് ഡയലോഗ് പറ. പടം പോലെ ഉണ്ടല്ലോ. രക്ഷിക്കണേ മുതലാളി, രക്ഷിക്കണേ, രക്ഷിക്കണേ മുതലാളി, രക്ഷിക്കണേ. 3 വട്ടം പറയണ. രക്ഷിക്കണേ മുതലാളി, രക്ഷിക്കണേ, രക്ഷിക്കണേ മുതലാളി, രക്ഷിക്കണേ, രക്ഷിക്കണേ മുതലാളി, രക്ഷിക്കണേ. 3 പ്രാവശ്യം. മുതലാളിയുടെ മുഖത്ത് പുച്ഛം. മുതലാളിയുടെ മുഖത്ത് പുച്ഛം. പുച്ഛം കാണിക്കാൻ അതെങ്ങനെ മാഷ? ഉള്ളോട്ട് പോ. ഉള്ളോട്ട് പോ. എങ്ങനെയാണ് പുച്ഛം കാണിക്കുന്നത്? നീ ഡയലോഗ് പറ. 6 മാസങ്ങൾക്ക് മുമ്പ് എന്നെ വീട്ടിൽ ജോലിക്ക് നിർത്തിയിട്ട് മുതലാളി സ്വന്തം മോളെ പോലെ നോക്കുന്നു പറഞ്ഞിട്ട് എന്നെ ഗർഭിണിയാക്കിയില്ലേ? ഒരു പ്രാവശ്യം. എന്റെ വയറ്റിൽ വളർന്ന രാജമോൻ ഇടയ്ക്ക് ചോദിക്കും എന്റെ അച്ഛൻ എവിടെ, എന്റെ അച്ഛൻ എവിടെയെന്ന്. അപ്പൊ ഞാൻ പറയും എന്റെ അച്ഛൻ ഇവിടെ. ഇത് എന്താ മാഷ? ഇവിടെ നിന്ന് അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോകാൻ മര്യാദയ്ക്ക് ഡയലോഗും പറഞ്ഞില്ല. വില ഏതാ? നീ തിരിഞ്ഞങ്ങോട്ട് വില പറ. ഗർഭപാത്രം. എന്താ ഗർഭപാത്രം? ഗർഭപാത്രം. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ്, ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ്, ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ ഓടിച്ചിരിക്കുന്നു. മര്യാദയ്ക്ക് പറ. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് മാന്യന്മാരെ ആക്ഷേപിക്കാൻ ശ്രമിച്ചാൽ, ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് മാന്യന്മാരെ എന്താണ് മാഷത്? മാന്യന്മാരെ ആക്ഷേപിക്കാൻ ശ്രമിച്ചാൽ, മാന്യന്മാരെ അവൻ പറഞ്ഞത് ശ്രമിച്ചാൽ അത് നിനക്കൊരു ഫാഷനല്ലേ? ഫാഷൻ. അത് നിനക്കൊരു അതിനകത്തുണ്ടാ. എന്താണ് മാഷത്? നിനക്കൊരു ഫാഷനല്ലേ? നിനക്കൊരു പാചകടി. പാചൻ അഗാധതലങ്ങളിൽ അറിഞ്ഞിരുന്നില്ല. രാത്രിയിൽ നിന്നെ പെണ്ണു പോ, പെണ്ണു പോ. കയറി വരൂ.
അച്ഛൻ ഞാനാണോ ഉണ്ടായിരുന്ന എല്ലാം നീയാണ്. എനിക്ക് മുതലാളിയെ മനസ്സിലായോ? എന്താ നീ അങ്ങനെ നീട്ടി വിളിക്കാതെ പറ. മുതലാളിക്ക് നിനക്ക് മനസ്സിലായി?